ഒരു പ്രധാനപ്പെട്ട വാദമാണ്, ബിദ്അ പ്രസ്ഥാനക്കാരുടെ ഒരു പ്രധാന വാദമാണ്, മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല. മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു മരിച്ചോടുത്ത് ഓതുവോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല. ഒറ്റ ഒന്നുമ്പോ നിൽക്കട്ടോ, ഒന്ന് പഠിച്ചെങ്കിൽ നമുക്ക് ബാക്കി മനസ്സിലാക്കാം. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല എന്നാണ് പറയുന്നത്. ഒരൊറ്റ ഒന്ന് ഓതോ, ഖുർആൻ ഓതോ? ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ ഓതോ? ഇല്ല. എന്നാ നമുക്ക് അവിടെ നിൽക്കാം. നമ്മളിപ്പോ ഈ സഭയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമ്മളെ ഇന്ന ആള് മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഈ സഭയിൽ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? എങ്ങനെ? അത് ഖുർആനാണോ അല്ലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണവാർത്ത കേട്ടാൽ ആദ്യം ഏതുകൊണ്ടാ തുടങ്ങേണ്ടത്? ഖുർആൻ കൊണ്ടാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഇവരൊക്കെ മരിച്ചാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റൂലേ? കളെ രണ്ടും കൂടി നിങ്ങൾ തന്നെ പറയുന്നത്. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല. അപ്പൊ ഇവരൊക്കെ മരിച്ചാൽ എന്താ പിന്നെ ചെല്ലുക? നമ്മള് ഇന്നാലില്ലാഹി ചെല്ലാൻ പറ്റൂല. അപ്പൊ ഇവരൊക്കെ മരിച്ചതിന്റെ തലേന്ന് കാണുമ്പോൾ ഒരു ഇന്നാലില്ലാഹി ആദ്യം ചെല്ലിയിടുക. കാരണം ഈ മരിച്ചാൽ ഏതായാലും ചെല്ലാൻ പറ്റൂല, എപ്പോഴെങ്കിലും ചെല്ലട്ടെ. എന്ത് വിഡ്ഢിത്താണ് ഈ പറഞ്ഞത്? എന്ത് വിവരക്കേടാണ് ഈ പറഞ്ഞത്? എന്തെങ്കിലുമൊക്കെ ഒരു ലേശം ഒരു തല വേണ്ടേ? മരിച്ചാൽ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇന്നാലില്ലാഹി ചെല്ലല് മരിച്ചിട്ടോ മരിച്ചതിന്റെ തലേന്നോ? ഓർത്തു നോക്കി നിങ്ങൾ. എന്നാ പിന്നെ അത് ചെല്ലാൻ പറ്റൂലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. അതിനിപ്പോ ദിക്റും ചെല്ലാൻ പറ്റൂല. ഇവര് മരിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുമോ? ദിക്റ് ചെല്ലാനും പറ്റൂല്ലോ.